മോർണിംഗ് വയനാട്. മോർണിംഗ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഡെനീസ് സാർ എന്നെ പരിചയപ്പെടുത്തി നിങ്ങൾക്ക് മുന്നിൽ. അപ്പോൾ സാറ് ക്ഷണിച്ചതുപോലെ തന്നെ വലിയൊരു ബിസിനസ് അവസരത്തിൻ്റെ പ്ലാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. അപ്പം എനിക്ക് കഴിയുന്ന രീതിയിൽ അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ കുറച്ച് സമയം എനിക്ക് നിങ്ങൾ തരിക. അപ്പോൾ നമ്മുടെ ഫോണൊക്കെ ഒന്ന് സൈലൻ്റ് ആക്കി വെക്കുക. അപ്പം എന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ സാറ് പറഞ്ഞ പോലെ എൻ്റെ പേര് സന്ധ്യ, പേരാവൂർ സ്വദേശിയാണ്. അപ്പം ഞാൻ എന്താ പറയുക, താഴേന്ന് കയറി ഇങ്ങോട്ട് വന്നതാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പ്ലാൻ പ്രസന്റേഷനിലേക്ക് പോവാം. ഓക്കെ. എല്ലാവർക്കും സ്ക്രീനൊക്കെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഒരു റോക്കറ്റിന്റെ ചിത്രമാണ് അല്ലേ? അപ്പോൾ റോക്കറ്റിന്റെ ചിത്രം നമ്മുടെ സ്വപ്നങ്ങളിലേക്ക് അതിവേഗം കുതിച്ചുയരാൻ പറ്റുന്ന ഒരു റോക്കറ്റിന്റെ ചിത്രമായിട്ട് നിങ്ങൾ അതിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ കുറച്ചു നേരം നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ് അല്ലേ? നമുക്കവിടെ കാണാൻ കഴിയുന്നത് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ. അപ്പോൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് തരത്തിലുള്ള മാർക്കറ്റിംഗ് ആണ് അല്ലേ? ഒന്ന് ഫിസിക്കൽ മാർക്കറ്റിംഗ്, ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ ഈ ഒരു രണ്ട് തലങ്ങളെയും മെർജ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഫിസിക്കൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഒരു സാധനം കടയിൽ പോയി തൊട്ട് പിടിച്ച് മണത്തൊക്കെ നോക്കി രുചിച്ച് നോക്കിയൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാൽ നമുക്ക് ഒരു ചിത്രം കണ്ടുകൊണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഈ രണ്ട് രീതികളെ, ലോകവ്യാപകമായിട്ടുള്ള ഈ രണ്ട് രീതികളെ മെർജ് ചെയ്തുകൊണ്ടും അതിലൂടെ പർച്ചേസ് ചെയ്തുകൊണ്ടും വരുമാനം മേടിക്കാൻ പറ്റുന്ന, ബിസിനസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരമാണ് നമ്മുടെ fijicart.com. വെൽക്കം ടു ദ ഡിജിറ്റൽ വേൾഡ്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ചിത്രം ടെക്നോളജി ചേഞ്ചസ് അല്ലെ? ഇവിടെ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്, അത് തന്നെ ഞാൻ ആദ്യം വായിക്കാം. ഇറ്റ് ഈസ് നോട്ട് ദ സ്ട്രോങ്സ്റ്റ് ഓർ ദ മോസ്റ്റ് ഇന്റലിജന്റ് ഹു വിൽ സർവൈവ് ബട്ട് ദോസ് ഹു കാൻ ബെസ്റ്റ് മാനേജ് ചെയ്യും. അമേരിക്കൻ എക്കണോമിസ്റ്റായ പ്രൊഫസർ ലിയോൺ സിമെഗസിന്റെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ലാൻഡ് ലൈനിന്റെ സ്മാർട്ട് ഫോണിന്റെ ചിത്രം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? അപ്പോൾ ലാൻഡ് ലൈനിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്കുള്ള ഒരു മാറ്റം, കാലഘട്ടത്തിന്റെ ഒരു മാറ്റമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്ന് തന്നെ ഓൺലൈൻ പർച്ചേസിംഗിലേക്ക് അല്ലെ? ഷോപ്പിംഗ് ലോകം വിരൽത്തുമ്പിലേക്ക് ചുരുങ്ങിയ ഷോപ്പിംഗ് ലോകം അതിവിശാലമായിരിക്കേണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു കോഴ്സിൽ പറഞ്ഞിരിക്കുന്ന വേറൊന്നുമല്ല, ഒരുപാട് ബുദ്ധിയുള്ളവരോ ശക്തിയുള്ളവരോ ഒന്നുമല്ല ലൈഫിൽ വിജയിച്ചിട്ടുള്ളവർ, കാലഘട്ടത്തിനനുസരിച്ച് മാറി ചിന്തിക്കാൻ തയ്യാറുള്ളവർ മാത്രമാണ് ലൈഫിൽ സർവൈവ് ചെയ്ത് നിന്നിട്ടുള്ളൂ എന്നാണ് അല്ലേ? കാലഘട്ടത്തിനനുസരിച്ച് മാറി ചിന്തിച്ചവരാണ് ഇന്ന് ഈ ഒരു ഹാളിൽ ഇരിക്കുന്ന എല്ലാവരും തന്നെ. അപ്പം നമുക്ക് ബുദ്ധിശക്തി കൂടുതൽ വേണ്ട, കാലഘട്ടത്തിനനുസരിച്ച് മാറി ചിന്തിക്കുക, ഇല്ലെങ്കിൽ നമ്മൾ കാലഹരണം കെട്ടുപോകും. അടുത്തതായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് വേൾഡ് ഫസ്റ്റ് ഡിജിറ്റൽ കമ്പനി വിത്ത് ഫാസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രീസ്. ഇന്ന് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന 4 മേഖലകളെ കോർത്തിണക്കിക്കൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. അതിൽ ഫസ്റ്റ് വന്നത് ഇ കോമേഴ്സ്, ഡയറക്ട് സെല്ലിംഗ്, റെഫറൽ മാർക്കറ്റിംഗ്, ഹെൽത്ത് ആൻഡ് വെൽനസ്. അപ്പോൾ ഓരോന്നും ഞാൻ വിശദീകരിച്ചു തരാം. ഇ കൊമേഴ്സ് ഫസ്റ്റ് നമുക്കറിയാം അല്ലേ? ഇ കൊമേഴ്സ് ഒരു വാക്ക് നമുക്ക് സുപരിചിതമാണ് അല്ലേ? ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ച് നടത്തുന്ന കൊടുക്കൽ വാങ്ങലുകൾ അല്ലേ? നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ സേവനങ്ങൾ സ്വീകരിക്കുകയോ നൽകുകയോ ചെയ്യുന്നതിനാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കാണിക്ക പോലും ഇന്നത്തെ കാലത്ത് ഉണ്ടല്ലേ? ഈ കാണിക്ക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ഇ കൊമേഴ്സിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു നല്ലൊരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്, ഇടനിലക്കാരില്ലാത്ത കച്ചവടം അല്ലേ? അവിടെ വിൽക്കുന്നവനും വാങ്ങുന്നവനും മാക്സിമം ലാഭം. ഡയറക്റ്റ് കച്ചവടം നടത്തുന്നത് കൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഉൽപ്പാദകനും ഉപഭോക്താവിനും മാക്സിമം ലാഭത്തിലുള്ളതാണ് ഡയറക്ട് സെല്ലിംഗ്. അതേപോലെ കൊടുത്തിരിക്കുന്നതാണ് റെഫറൽ മാർക്കറ്റിംഗ്. ഇന്ന് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉള്ള ഒരു മേഖലയാണ് റെഫറൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മളൊരു ഡോക്ടറെ കണ്ടാലോ അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്താലോ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് തന്നെ നടത്തിയാലോ മറ്റുള്ളവർക്ക് നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടോ? നല്ലൊരു ഡോക്ടറെ കണ്ടാലൊരു നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് പറയുന്ന സമയത്ത് നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല അല്ലേ? പക്ഷേ ഇവിടെ റെഫറൽ മാർക്കറ്റിലൂടെ നമ്മൾ ഈ ബിസിനസ് അവസരത്തെ മറ്റുള്ളവർക്ക് റെഫർ ചെയ്ത് കൊടുത്ത് നമുക്ക് വരുമാനം മേടിക്കാം. അതുപോലെ തന്നെ ഇന്ന് 128ഓളം സർവകലാശാലകളിൽ പാഠ്യ വിഷയമായിട്ട് തന്നെ ഒട്ടനവധി തൊഴിലവസരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മേഖലയാണ്. 5ഓളം ട്രേഡ് യൂണിയന്റെ സപ്പോർട്ടോട് കൂടി തന്നെ നമ്മൾ ഈ ഒരു റെഫറൽ മാർക്കറ്റിംഗ് മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെയാണ് ഹെൽത്ത് ആൻഡ് വെൽനസ്. ഹെൽത്ത് ആൻഡ് വെൽനസ് എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം അല്ലേ? നമുക്ക് എല്ലാവർക്കും ഹെൽത്ത് ഉണ്ടെങ്കിലാണ് വെൽത്ത് ഉണ്ടായിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു മേഖല എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അസുഖം വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ശീലമുള്ളവരാണ്. അപ്പോൾ അത് നമുക്ക് മാറ്റേണ്ട സമയമാണ്. അസുഖം വന്നാലല്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടതുള്ളൂ. അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ആവശ്യമായ ഫുഡ് സപ്ലിമെന്റ് അതുപോലെ തന്നെ മിനറൽസ് ഒക്കെ നൽകിക്കൊണ്ട് നമ്മളെ
ഹെൽത്തി ആയിരിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് ഈ ഒരു മേഖലയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മേഖലയിൽ 2025 ട്രില്യൺ ഡോളറിന്റെ ഒരു കണക്കാണ് സൂചിപ്പിക്കുക. അത്രയും കോടി ഒരു ബിസിനസ് നടക്കുന്നു എന്നാണ് സൂചി. അപ്പൊ ഈ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന 4 മേഖലയെ ക്ലബ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. അടുത്തത് ഇ-കൊമേഴ്സ് ഓൺലൈൻ റീറ്റെയിൽ റവന്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ ഇയർ കൊടുത്തിട്ടുണ്ട്, റവന്യൂ കൊടുത്തിട്ടുണ്ട്. 2009 കാലഘട്ടത്തിൽ എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു 390 കോടിയുടെ റവന്യൂ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. 2016 ആയപ്പോഴത്തേക്കും ഒരു 3800 കോടിയുടെ റവന്യൂ അവിടെ കാണുന്നുണ്ട്. അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്ന നമ്മുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോൺ വരാൻ തുടങ്ങി, എല്ലാവരുടെയും കയ്യിൽ പ്രചാരത്തിലായി. അതുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്യാൻ പഠിച്ചു. അതാണ് ഒരു 10 ഇരട്ടി 2009 അപേക്ഷിച്ച് ഒരു 10 ഇരട്ടിയോളം വർധനവ് 2016 കാലഘട്ടത്തിലേക്ക് വന്നത്. 2026 ആകുമ്പോഴത്തേനും 20,000 കോടിയുടെ ഒരു ടേൺ ഓവർ ആണ് ഈ ഒരു മേഖലയിൽ നിന്ന് സാമ്പത്തിക വിദഗ്ധര് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഈ ഒരു മേഖലയിൽ സക്സസ്ഫുൾ ആയ ബിസിനസ് മോഡൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫേസ്ബുക്ക്, ആമസോൺ, പേപാൽ, ഊബർ, ഓല, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ. അപ്പൊ ഇതുപോലെ കയറി വരുന്നൊരു സംരംഭമാണ് നമ്മുടെ ഫിജിക്കാർട്ട്.com എന്നുള്ളത്. ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ബൂമിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടേൺ ഓവർ എറൗണ്ട് ദ വേൾഡ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. കൺട്രി, പോപ്പുലേഷൻ, ടേൺ ഓവർ കാണിച്ചിട്ടുണ്ട്. അപ്പൊ USA പോലൊരു രാഷ്ട്രത്തിൽ 33 കോടി ജനങ്ങൾ അല്ലെ. അവിടെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ഒരു രാഷ്ട്രമാണ് USA. എന്നാൽ സമ്പന്നമായിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. 33 കോടിയാണ് അവിടുത്തെ പോപ്പുലേഷൻ. അവിടുത്തെ ഈ ഒരു ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ബൂമിംഗ് ആണ് കൊടുത്തിട്ട് ടേൺ ഓവർ ആണ് കൊടുത്തത്. 3,37,810 കോടിയുടെ ടേൺ ഓവർ ആണ് ഒരു USA പോലുള്ള കൺട്രിയിൽ ഈ ഒരു ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിന്ന് മാത്രം അല്ലെ. എന്തിനേയും ആധുനികതയായിട്ട് നമ്മൾ ഫസ്റ്റ് വരുന്നത് USA-ലാണ് അല്ലെ. അപ്പൊ ഇവിടെ കൊടുത്തത് ചൈന പോലൊരു രാജ്യം, നമ്മുടെ ലോക പോപ്പുലേഷനിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ചൈന. അവിടെ തന്നെ 1,31,787 കോടിയുടെ ഒരു ടേൺ ഓവർ ആണ് കാണിച്ചത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ ലോക ജനസംഖ്യയിൽ 2ാം സ്ഥാനത്താണ്. 140 കോടി ജനങ്ങളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണ്. പക്ഷേ അവിടുത്തെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഒരു ബൂമിംഗ് അല്ലെ ടേൺ ഓവർ വളരെ കുറവാണെന്നുള്ളതാണ്. 19,000 കോടിയുടെ ടേൺ ഓവർ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ഈസ് എ സ്ലീപ്പിംഗ് ജയന്റ് അല്ലെ. ഉറങ്ങിക്കിടക്കുന്ന ഒരു സത്വം. ആ ഒരു സത്വം ഉണർന്നെഴുതിയിട്ട് എന്തുണ്ടാവുക? വലിയൊരു ബൂമിംഗ് ഉണ്ടാവും അല്ലെ, വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവും. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ ഈസ് എ സ്ലീപ്പിംഗ്. അപ്പൊ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 2025 ആകുമ്പോഴത്തേക്ക് ഒരു ഹ്യൂജ് പൊട്ടൻഷ്യലാണ് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 64,500 കോടിയുടെ ഒരു വിറ്റുവരവ് ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏകദേശം 58 ലക്ഷത്തോളം ആൾക്കാർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെ ഡയറക്ട് സെല്ലിംഗ് മേഖല തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കൂടി അതിൽ ഏറ്റവും കൂടുതൽ 52% ലേഡീസ് ആണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ലേഡീസിന് പോയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് ഡയറക്ട് സെല്ലിംഗ് മേഖല മാറിക്കൊണ്ടിരിക്കുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നൗ അറ്റ് സിലബസ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഞാനൊരു 128ഓളം സർവകലാശാലയിൽ പാഠ്യ വിഷയമായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ നമുക്കത് പാഠ്യ വിഷയമായിട്ട് പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അണ്ണാ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹവാർഡ് ബിസിനസ് സ്കൂൾ തുടങ്ങിയ ഒട്ടനവധി സ്കൂൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം ഇത് നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ യൂണിവേഴ്സിറ്റികളുടെ പേരും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കാണിക്കാം, ഇവിടെ സ്ക്രീനിൽ കാണുന്നത് ലീഗൽ സർട്ടിഫിക്കറ്റ് ആണ്. കമ്പനിയുടെ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ കമ്പനിയുടെ സ്വന്തം പാൻ കാർഡ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ലീഗാലിറ്റി ആണ് ഇവിടെ വെളിവാക്കുന്നത്. അടുത്തത് ഇവിടെ കൊടുത്തിരിക്കും ലീഗാലിറ്റി തന്നെയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ്, നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഏത് സ്റ്റേറ്റിലും വർക്ക് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് ആണ്. കേരള ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസും ഉണ്ട്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ലീഗാലിറ്റി. അടുത്തത് ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് നമുക്ക് ഒരിക്കലും മൂടി വെച്ചുകൊണ്ട് ആയിരുന്നില്ല ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. എല്ലാ പ്രമുഖ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ തന്നെ വാർത്തയായി കൊടുത്തുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം ഇന്ത്യൻ എക്സ്പ്രസ് പോലുള്ളൊരു ഈ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വാർത്ത തരണമെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു കൺസെപ്റ്റിന്റെ ഒരു പ്രാധാന്യം. ഒരു 100 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് കോച്ച് ഈ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കേരള കൗമുദി, ദേശാഭിമാനി, മലയാള മനോരമ, മാതൃഭൂമി എല്ലാ പ്രമുഖ പത്രങ്ങളിലും ഫ്രണ്ട് പേജിൽ വാർത്തയായിക്കൊണ്ട് തന്നെയായിരുന്നു നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഒഫീഷ്യൽ പ്രോഗ്രാം ഇൻ ദുബായ്. അപ്പൊ ദുബായിൽ നടന്ന ഒരു പ്രോഗ്രാമിന്റെ ഫോട്ടോഗ്രാഫാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 2018 ഫെബ്രുവരി 23 നടന്ന ഒരു പ്രോഗ്രാമിന്റെ ഫോട്ടോഗ്രാഫാണ്. അന്നത്തെ നമുക്ക് ഇതിനകത്ത് ഒരു ന്യൂട്രി ഫുഡ് ഒക്കെ ഉണ്ട്, അത്ലറ്റിക്കുകൾ ഉപയോഗിക്കുന്നതാണ്.
അപ്പൊ അതിന്റെ ഒരു ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് ഗൾഫിൽ നടന്ന ഒരു പ്രോഗ്രാമിന്റെ ഫോട്ടോഗ്രാഫ്സ് ആണ് ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇന്ത്യയിലേക്ക് അല്ലെ കേരളത്തിലേക്ക് നമ്മുടെ ഫിജി കാർട്ട് ലോഞ്ച് ചെയ്ത സമയത്തുള്ള ഒരു ഫോട്ടോഗ്രാഫും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അന്നത്തെ ഭക്ഷ്യമന്ത്രി തിലോത്തമൻ സാറാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് തെന്നിന്റെ നാക്ലസ് തമന്ന പാട്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ടീം മാനേജ്മെന്റിലെ പ്രമുഖരായ വ്യക്തികളെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്കമാലി അഡ്ലെക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടായിരുന്നു ഇതിന്റെ ഇനാഗുറേഷൻ നടന്നിരുന്നത്. ലീഡിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് ഇന്ത്യയിലേക്ക് വന്നു. അതുപോലെ ടെറിട്ടറി എക്സ്പാൻഷൻ രീതിയിൽ USA, മലേഷ്യ പോലുള്ള രാഷ്ട്രങ്ങളിലേക്ക് നമ്മുടെ കമ്പനികളെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഫോട്ടോഗ്രാഫാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തത് നമ്മൾ ഇത്ര നാള് നമ്മുടെ കമ്പനി വന്നത് കമ്പനിയുടെ പേരൊക്കെ പരിചയപ്പെട്ടു. നമ്മൾ ഏത് മാനേജ്മെന്റിന്റെ കീഴിലാണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പൊ നമുക്കറിയാം ബോച്ചെ അല്ലെ, ബോബി ചെമ്മണ്ണൂർ എന്ന ചുരുക്ക പേരിൽ ബോച്ചെ എന്ന് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ബോച്ചയുടെ ഒരു കൺസെപ്റ്റാണ് ഫിജി കാർട്ട്. സിംഗിൾ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കൺസെപ്റ്റ് നമുക്കറിയാം. ഇന്ത്യയിൽ ഒട്ടനവധി ബിസിനസ്മാൻമാരുണ്ട്. പക്ഷെ അതിൽ സെലിബ്രിറ്റി ബിസിനസ്മാൻമാർ അല്ലെ, സിമ്പിൾ ആയിട്ട് സെലിബ്രിറ്റി ആയിട്ട് നമ്മുടെ കൂടെ നമ്മളിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് നമ്മുടെ ബോച്ചെ. ഒട്ടനവധി ഒരു 160 വർഷത്തെ ബിസിനസ് പാരമ്പര്യത്തിന് മൂന്നാം തലമുറയിൽ പെടുന്ന ഒരു മാനേജ്മെന്റ് ആണ് ബോച്ചയാണ് നമ്മുടെ കൂടെ ഈ ഒരു ബിസിനസിന്റെ മാനേജ്മെന്റ് സിംഗിൾ മാനേജ്മെന്റ് ആണ് ചെയർമാനായിട്ട്. അപ്പൊ ഒട്ടനവധി തൊഴിലവസരങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒട്ടനവധി മേഖലകളിൽ കൈവച്ച് തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടാണ് നമ്മുടെ ബോച്ച മുന്നോട്ട് പോകുന്നത്. അടുത്തത് ഈ കമ്പനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു വിഷനോടും കൂടി തന്നെയാണ് ഈ കമ്പനി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അപ്പൊ വിഷൻ എന്താണെന്ന് വെച്ചാൽ വലിയൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം പടുത്തുയർത്തി കസ്റ്റമർക്ക് തന്നെ വേറിട്ട ഒരു അനുഭവം നൽകിക്കൊണ്ട് വിഷനായിട്ട് കമ്പനി വെച്ചിരിക്കുന്നത് ഉപഭോക്താവിനെ കൂടി പാർട്ണർ ആക്കിക്കൊണ്ട് അല്ലെ, നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമുക്കൊരു പാർട്ണർഷിപ്പ് തന്നുകൊണ്ട് നല്ലൊരു വരുമാനത്തിലേക്ക് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഓരോ ഫാമിലിയിലേക്ക് എത്തിച്ചുകൊണ്ട് കമ്പനിയെ വളർത്തുക എന്നാണ് കമ്പനിയുടെ മിഷനായിട്ട് കമ്പനി വെച്ചിരിക്കുന്നത്. അവർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ, നമ്മൾ ഏതൊരു കമ്പനിയെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്ന തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളാണ്. നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ്, ഇപ്പൊ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഹെഡ് ഓഫീസ് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലോജിസ്റ്റിക് ഹബും നമ്മുടെ വാഹനങ്ങൾ, നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്ന വാഹനങ്ങളൊക്കെയാണ് ചിത്രത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അടുത്തത് ഫിജി സ്റ്റോർ. നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിലുള്ള പിക്കപ്പ് സ്റ്റോർ വഴിയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫിജി ബ്രാൻഡ്സ്. ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി സ്വന്തമായിട്ട് തുടങ്ങുന്ന കമ്പനിക്ക് കുറെ ഓൺ പ്രൊഡക്റ്റുകൾ വേണം എന്നുള്ളത് നിർബന്ധമാണ്. അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു മാനദണ്ഡമാണ്. അതനുസരിച്ച് നമ്മുടെ കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റുകളാണ് ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. ആര്യസുക്ത, ഫിജി ഗ്രീൻ, ബോബീസ്, ടിവോണ, ലീവെയർ, സ്ലീവ്ലെ, സോസിയ. ഇതൊക്കെ എന്താണെന്ന് ഓരോന്ന് വരെ. ആര്യസുക്ത എന്ന് പറഞ്ഞത് വെൽനസ് കാറ്റഗറിയിലും ക്ലീനിങ് ഐറ്റംസിലൊക്കെ പെടുന്ന ഒരു ബ്രാൻഡാണ്. അപ്പൊ നമ്മുടെ സോപ്പ്, പേസ്റ്റ്, അതുപോലെ ക്ലീനിങ് ഐറ്റംസും വെൽനസ് കാറ്റഗറിയൊക്കെ ആര്യസുക്ത എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അറിയപ്പെടും. നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി ഐറ്റംസ്, പയറ്, പരിപ്പ്, കടലയൊക്കെ നമുക്ക് ഫിജി ഗ്രീൻ എന്ന ഒരു ബ്രാൻഡിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീടിന് അടിക്കുന്ന നല്ല അടിപൊളി പെയിന്റ് ടിവോണ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ, ലീവെയർ എന്ന് പറഞ്ഞാൽ അടുക്കളയെ അലങ്കരിക്കാൻ നമ്മുടെ പ്രൊഡക്റ്റുകൾ അല്ലെ, കുക്കിംഗ് വെയർ ഒക്കെ ലീവെയർ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സോസിയ നട്ട്സ് ഐറ്റംസ്, അതുപോലെ ഫുഡ് സപ്ലിമെന്ററി ഒക്കെ ആയിട്ട് വരുമ്പോൾ സ്ലീവ് ലൈൻ എന്ന് പറഞ്ഞ ടീഷർട്ട്, ബെഡ്ഷീറ്റ് എന്നൊക്കെ ഈ ഒരു ബ്രാൻഡിൽ സ്ലീവ് ലൈൻ ബ്രാൻഡിലാണ് അറിയപ്പെടുന്നത്. പോപ്പുലർ ബ്രാൻഡ്സ്. ചിലർക്കൊക്കെ ഒരു നിർബന്ധം ഉണ്ടാവും അല്ലെ, ഞാൻ എന്റെ ബ്രാൻഡ് ഒന്നും മാറൂല, എന്നിട്ട് എനിക്ക് ഈ ബിസിനസ്സിൽ കയറണ്ട, ബ്രാൻഡ് മാറിയിട്ട്. അപ്പൊ ബ്രാൻഡ് മാറാതെ തന്നെ ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ട്. ഇന്ന് നിലവിൽ പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ്സ് വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാനുള്ള അവസരമുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ അർദ്ധ സർക്കാർ സ്ഥാപനമായാലും മിൽമയുടെ പ്രൊഡക്റ്റും ഇപ്പൊ ഏറ്റവും അടുത്ത് ബോച്ചെ ടീ സംരംഭം തുടങ്ങിയിട്ടുണ്ട്. അതും വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് കടന്നു വരാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ കേട്ടല്ലേ. ഇനി ഈ ബിസിനസ്സിലേക്ക് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹൗ ടു എൻ്റർ ദ പ്ലാറ്റ്ഫോം. നമ്മുടെ KYC ഡോക്യുമെന്റ്സ്, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാവുന്നതാണ്. ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് ഡയറക്ട് സെല്ലിങ്ങിന്റെ. ആ ഒരു ഫോം ഫില്ല് ചെയ്ത് എഗ്രിമെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് നമുക്ക് വരുമാനം വേണ്ടേ, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രൊമോഷൻ തന്നെയാണ്, അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പ്രൊമോഷൻ ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. അത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ പ്രൊമോഷനും ഫിസിക്കൽ പ്രൊമോഷൻ. ഫേസ്ബുക്ക് വഴിയോ ട്വിറ്റർ വഴിയോ യൂട്യൂബ് വഴിയോ നമുക്ക് ഈ ഒരു ഓൺലൈൻ പ്രൊമോഷൻ നടത്താവുന്നതാണ്. അപ്പൊ ദൂരെ ഇരിക്കുന്ന ആൾ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സമയത്ത് നമുക്ക് ഒരു റെപ്ലിക്കേറ്റഡ് ലിങ്ക് ഓപ്പൺ ആയി കിട്ടും. ആ ഒരു സമയത്ത് തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ത്രൂ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നമ്മുടെ സുഹൃത്തുക്കളെയും ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു
പ്രൊമോഷനാണ് ഫിസിക്കൽ പ്രൊമോഷൻ. ഫിസിക്കൽ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സുഹൃത്തിനെ നേരിട്ട് പോയി കണ്ട് പ്ലാനൊക്കെ പറഞ്ഞ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. ഇപ്പൊ നടക്കുന്നത് ഫിസിക്കൽ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഈ രണ്ട് തരത്തിലും നമുക്ക് ആൾക്കാരെ ഇതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് ഇന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് ട്രേഡ് വിത്ത് ടെക്നോളജി ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ നമ്മുടെ നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കച്ചവടവും അതുപോലെ ഒരു ഇ കോമേഴ്സ് നടക്കുന്ന കച്ചവടം, നമ്മുടെ ഫിജിക്കാട്ട് നടക്കുന്ന ഒരു കച്ചവടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കച്ചവടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മാനുഫാക്ചറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഉത്പാദകനിൽ നിന്ന് ഒരുപാട് ഇടനിലക്കാരിലൂടെ കൈമറിഞ്ഞ് ഒരു റീറ്റെയിലർ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് എന്ന രീതിയിൽ നമ്മളിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരുപാട് കോസ്റ്റ്യൂം ചാർജ് ഇടനിലക്കാർക്ക് വരുന്നുണ്ട് അല്ലെ. കയറ്റ് കൂലി, ഇറക്ക് കൂലി, അതുപോലെ തന്നെ അതുപോലെ പരസ്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുള്ളത് കൊണ്ട് തന്നെ അത് ഉത്പാദകന് വലിയ ലാഭമില്ല, വാങ്ങിക്കുന്ന ഉപഭോക്തൃ എന്ന രീതിയിൽ നമുക്കും വലിയ ലാഭമില്ല അല്ലെ. അപ്പൊ അവിടെ ഇതാണ് ട്രഡീഷണൽ ആയിട്ട് നടക്കുന്ന ഒരു കച്ചവടം. 5 രൂപയ്ക്ക് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ഒരു കസ്റ്റമർ എന്ന രീതിയിൽ നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് കിട്ടുന്നത് വലിയ ലാഭങ്ങളൊന്നും കിട്ടുന്നില്ല. 50 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ 5 രൂപയ്ക്ക് ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നത്. നേരെ മറിച്ചത് ഇ കോമേഴ്സിലേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെ മാനുഫാക്ചർ ഒരു ഉത്പാദകരിൽ നിന്ന് കമ്പനി മൊത്തത്തിൽ നമ്മുടെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ആ ഒരു മേഖലയിൽ നടക്കുന്ന കച്ചവടമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ മാനുഫാക്ചറിന് മൊത്തത്തിൽ വെണ്ടർ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം വഴി അവർ മൊത്തത്തിൽ വാങ്ങിക്കുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ടോട് കൂടി നമ്മളിലേക്ക് പ്രൊഡക്റ്റുകൾ എത്തുന്നു അല്ലെ. നമ്മൾ കടയിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുന്നു അല്ലെ. അപ്പൊ ബാക്കി അവിടെ ലാഭം മുഴുവൻ കമ്പനി എടുക്കാണ്, ചെറിയൊരു ഡിസ്കൗണ്ട് ആണ് കസ്റ്റമർ എന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നത്. നേരെ മറിച്ച് ഫിജിക്കാർട്ടിലേക്ക് പോകുന്ന സമയത്ത്, ഡയറക്ട് സെല്ലിംഗ് ഫിജിക്കൽ ഇ കോമേഴ്സിലേക്ക് പോകുന്ന സമയത്ത് മാനുഫാക്ചറിന് മൊത്തത്തിൽ വെണ്ടർ ഇ കോമേഴ്സ് സിസ്റ്റം വഴി എടുത്ത് ഫിജിക്കാർട്ട് നമ്മളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നമ്മളത് വാങ്ങിക്കുന്ന ഡയറക്ട് സെല്ലിങ്ങിലൂടെ നമ്മളത് വാങ്ങിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് പ്രോഫിറ്റ് കമ്പനിയുടെ ഒരു പാർട്ണർ സ്റ്റോറും തരുന്നു, അതുപോലെ തന്നെ നമുക്കൊരു പ്രോഫിറ്റ് ഷെയറിംഗും കൂടി തരുന്നുണ്ട്. ഇതാണ് ഫിജിക്കാർട്ടിന്റെ ഒരു മേന്മ. അപ്പൊ ആ പ്രോഫിറ്റ് ഷെയറിംഗ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. ഇവിടെ കമ്പനി നമുക്ക് തരുന്നത് 7 തരത്തിലുള്ള പ്രോഫിറ്റ് ആണ് അല്ലെ. നമ്മൾ സാധാരണ ഒരു ജോലിയൊക്കെ ചെയ്യാൻ എത്രയാണ് നമുക്ക് വരുമാനം കിട്ടുക, അല്ലെങ്കിൽ എത്ര തരത്തിലുള്ള പ്രോഫിറ്റാ കിട്ടുക? സ്ഥിര വരുമാനം കിട്ടും, ചിലപ്പോൾ ഒരു ബോണസ് കിട്ടും, ഒരു ബർത്ത് ഉണ്ട് അല്ലെ, ഒരു 3. ഇവിടെ നമുക്ക് കമ്പനി തരുന്ന 7 തരത്തിലുള്ള പ്രോഫിറ്റ് ആണ്. അപ്പൊ ഒരു ബിസിനസ് ചെയ്താൽ 7 തരത്തിലുള്ള പ്രോഫിറ്റ് അത് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ. നമുക്ക് പറഞ്ഞുതരാം. റീറ്റെയിൽ പ്രോഫിറ്റ്, ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്, ജനറേഷൻ ബോണസ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്, ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ആനുവൽ പ്രോഫിറ്റ്, അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. അപ്പൊ ഇവ ഓരോന്നും നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വന്നത് റീറ്റെയിൽ പ്രോഫിറ്റ്. നമ്മളൊരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് ഈ ഒരു കൺസെപ്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഹോൾസെയിൽ കടയിൽ നിന്ന് സാധനം വാങ്ങി ഒരു റീറ്റെയിൽ കടയിൽ വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ലാഭം, അതാണ് ഫസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്ന ഫസ്റ്റ് വരുമാനം. അതുപോലെ തന്നെ ആ ഒരു സമയത്ത് റെപ്ലിക്കേറ്റഡ് വെബ് ലിങ്ക് ഓപ്പൺ ആകുന്നത് വഴി സോഷ്യൽ മീഡിയ വഴി ത്രൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ അതിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ഒരു റീറ്റെയിൽ പ്രോഫിറ്റ് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് വന്നത് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ്. അപ്പൊ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ ഒരു കൺസെപ്റ്റിലെ മേജർ ഇൻകം ആണ് ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് എന്ന്. കമ്പനിയുടെ ബൈനറി സിസ്റ്റത്തിലാണ് ഇത് പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു പാർട്ണർ സ്റ്റോർ അല്ലെ, ഞാനൊരു കട തുറന്നു, ആ കടയ്ക്ക് 2 ഫ്രാഞ്ചൈസികൾ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വയനാട്ടിലുള്ള ഏതെങ്കിലും എന്റെ ഒരു ഫ്രണ്ടിനും തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്തിനും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കണം. അപ്പൊ ആ ഒരു സമയത്ത് 2 ബ്രാഞ്ചുകൾ അവിടെ തുറക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് എന്റെ ഒരു സുഹൃത്ത് ഒരു പേസ്റ്റ് എന്റെ അടുത്ത് വാങ്ങി, ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് വാങ്ങി, അതുപോലെ തിരുവനന്തപുരത്തുള്ള ഒരു സുഹൃത്ത് ഒരു സെയിൽസ് ഓഡിറ്റിന്റെ ഒരു 4 സോപ്പ് വാങ്ങിച്ചെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം കിട്ടുന്ന ഒരു വരുമാനം 20 രൂപയാണ്. അപ്പൊ ഈ 20 രൂപ ഞാനൊരു 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ് ആണ് എടുത്തത്. അപ്പൊ നമ്മുടെ 2 ചാനൽ അല്ലെ നല്ല 2 ബ്രാഞ്ചിലും 100 സെയിൽസ് ഓഡിറ്റിന്റെ കച്ചവടമാണ് അന്നത്തെ ഒരു ദിവസം നടന്നതെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് 2000 രൂപയാണ്. GST കഴിച്ചിട്ടുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പൊ നമ്മൾ ഫ്രാഞ്ചൈസികൾ തുറന്ന് അവര് കൂടുതൽ നമ്മളെ പോലെ തന്നെ അവരും ബ്രാഞ്ചുകൾ കൂടുതൽ തുറക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അല്ലെ. അപ്പൊ അവരെ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന ഒരു ദിവസം ഒരു ബ്രാഞ്ചിൽ 500 സെയിൽസ് ഓടത്തിന്റെ കച്ചവടവും മറു ബ്രാഞ്ചിൽ 500 സെയിൽസ് ഓടത്തിന്റെ കച്ചവടവും മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം ഒരു ദിവസം കിട്ടുന്നത് 10000 രൂപയാണ്. ഇപ്പൊ ബിസിനസ് ആണ്, എല്ലാ ദിവസവും ഒരുപോലെ നടക്കത്തില്ല അല്ലെ. അപ്പൊ നമുക്ക് അറിയാം ബിസിനസ് എല്ലാ ദിവസവും ഒരു കടയിൽ എല്ലാ ദിവസവും ഒരുപോലെ കച്ചവടം നടക്കില്ല. ഇപ്പൊ ഇവിടെ തിരുവനന്തപുരത്തുള്ള എന്റെ സുഹൃത്ത് അവിടെ അന്ന് 1000 സെയിൽസ് ഓളത്തിന്റെ കച്ചവടം നടത്തി. പക്ഷെ എന്റെ വയനാട്ടിലെ സുഹൃത്തിന് 500 സെയിൽസ് ഓളത്തിന്റെ കച്ചവടം കിട്ടിയുള്ളൂ. അപ്പൊ നമുക്കിവിടെ എന്താ 1000 സെയിൽസ് ഓളത്തിലെ 500ഉം ഇപ്പുറത്തുള്ള 500ഉം മാച്ച് ചെയ്യിപ്പിച്ചിട്ട് അന്നും നമുക്ക് 10000 രൂപയാണ് വരുമാനമായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ബാക്കി ഒരു 500 കൂടെ ഉണ്ട്. മറ്റുള്ള ഏത് കമ്പനികളാണെങ്കിൽ അത് വാഷ് ഔട്ട് ആകും, അതിന് മൂല്യം ഇല്ലാതായിപ്പോ. ഇവിടെ നമുക്ക് എപ്പോഴാണോ അപ്പുറത്തെ സൈഡിൽ ആ ഒരു കച്ചവടം നടന്ന് മാച്ച് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് വീണ്ടും 10000 ആയിട്ട് അക്കൗണ്ടിലേക്ക് കടന്നു വരുന്നതാണ്. അത് ക്യാരി ഫോർവേഡ് ആയിട്ട് അത്ര നാളും നമുക്ക് ഇവിടെ ഉണ്ടാവും.
അപ്പൊ ഒരു ദിവസം എന്നിലേക്ക് കൂടുതൽ വരുമാനം വരാതെ കമ്പനി ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കമ്പനി ഒരു ദിവസം 1500 സെയിൽസ് വോളിയത്തിന്റെ കച്ചവടം മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം 30,000 രൂപയാണ് നമുക്ക് തരുന്നത്. അപ്പം പെർ ഡേ 30,000 ആകുമ്പോൾ ഒരു മാസം എത്രയാണെന്ന് നിങ്ങൾക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പെർ ഡേ 30,000 വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കമ്പനിയുടെ പ്ലാൻ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് കൊടുത്തിരിക്കുന്നതാണ് ജനറേഷൻ ബോണസ്. ജനറേഷൻ ബോണസ് കമ്പനിയുടെ സൺഫ്ലവർ സിസ്റ്റത്തിൽ പോവുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ നേരിട്ടൊരു പാർട്ണർ സ്റ്റോർ എടുത്തു. എന്റെ സുഹൃത്തുക്കൾ നേരിട്ട് തിരുവനന്തപുരത്തും വയനാടും എടുക്കുന്ന സമയത്ത് നേരിട്ട് ആ ഫ്രാഞ്ചൈസികൾ ഞാൻ അവർക്ക് കൊടുത്തു. അവരിലൂടെ നാളുകളിൽ നടക്കുന്ന കച്ചവടത്തിന്റെ ഒരു ലാഭവിഹിതം, ഒരു ജനറേഷൻ ബോണസ് ആണ് എന്നിലേക്ക് എത്തുന്നത്. ഇത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തൊരു എമൗണ്ട് ആണ്. 20% തൊട്ട് 50% ടോട്ടൽ ബിസിനസ് വോളിയം അനുസരിച്ചാണ് നമ്മളിലേക്ക് എത്തുന്നത്. അപ്പൊ നമ്മുടെ കമ്പനി ബൈനറി സിസ്റ്റം ഉണ്ട്, സൺഫ്ലവർ സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ് നമ്മളിലേക്ക് ഈ ഒരു കൺസെപ്റ്റ് എത്തുന്നത്. അത് ഹൈബ്രിഡിന്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഹൈബ്രിഡ് സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെ, നമുക്ക് കാലങ്ങളോളം ഒരു തെങ്ങോ മാവോ ഒക്കെ കുഴിച്ച് വെച്ച് കാലങ്ങളോളം കഴിഞ്ഞിട്ടല്ല ഇതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടുന്നത്. ഹൈബ്രിഡിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഹൈബ്രിഡ് സിസ്റ്റത്തിലാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഫാമിലി ഹെൽത്ത് ഇൻഷുറൻസ്, ഇതാണ് ഈ കൺസെപ്റ്റിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് സിസ്റ്റം ആണ്. നമുക്ക് ഈ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നു വരുന്ന ഏതൊരാൾക്കും കമ്പനിയുടെ 3ാമത്തെ റാങ്ക് മുതൽ ലഭിച്ചു തുടങ്ങുന്ന ഒരു ഇൻഷുറൻസ് സിസ്റ്റം ആണ്. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ പൈസ കൊണ്ട് കളയുന്ന ഒരു മേഖലയാണ് ഹോസ്പിറ്റൽ മേഖല അല്ലെ. അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് 1 രൂപ പോലും പ്രീമിയം അടയ്ക്കാതെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പനി തരുന്ന വിദാൽ ഹെൽത്ത് ആണ് ഇത് നമുക്ക് തരുന്നത്. അപ്പൊ ഈ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു 3rd റാങ്ക് തൊട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്തൊരു വരുമാന മാർഗമാണ് നമ്മുടെ ഒരു പ്രോഫിറ്റ് ഷെയർ ആണ്, മന്ത്ലി പെർഫോമൻസ് ബോണസ്. ഇതിനെ കുറിച്ച് പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വളരെ ഈ ഒരു കൺസെപ്റ്റിന്റെ പ്ലാൻ കേൾക്കുന്ന ഏതൊരാൾക്കും അട്രാക്റ്റീവ് ആയിട്ട് തോന്നും, മനോഹരമായിട്ട് തോന്നുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകതയും അത് തന്നെയാണ്. ഫിജിക്കാരുടെ ഒരു പ്രത്യേകതയാണ് ഒരു സ്ഥിര വരുമാനം. കമ്പനിയുടെ 3rd റാങ്ക് സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞൊരു റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് അവിടെ തൊട്ട് ഒരു സ്ഥിര വരുമാനം ലഭിച്ചു തുടങ്ങും. നമ്മൾ ഒരു മാസം ഒരു 300 രൂപ മാച്ച് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു 6000 രൂപ വാങ്ങുവാൻ തയ്യാറായാൽ എക്സ്ട്രാ കമ്പനി നമുക്ക് ഒരു 10,000-ന് മുകളിൽ എമൗണ്ട് തരുന്നുണ്ട്. ഇവിടെ തൊട്ട് നമ്മുടെ ഫാമിലി സെക്യൂർ ആണ്. അവിടെ തൊട്ട് ഇൻഷുറൻസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ഥിര വരുമാനം അല്ലെ. ഏതൊരാൾക്കും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും വരുമാനം ഇല്ലാത്ത ഒരാൾക്കും മാസം ഒരു 15,000 രൂപയ്ക്ക് മുകളിൽ കിട്ടുക എന്ന് പറഞ്ഞത് വലിയ കാര്യമല്ലേ. അപ്പൊ ഈ ഒരു കൺസെപ്റ്റിന്റെ പ്ലാൻ മോശമാണോ? വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പൊ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആ ഒരു പോയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് ആനുവൽ പ്രോഫിറ്റ്. നമ്മൾ ഈ കൺസെപ്റ്റിലേക്ക് കടന്നു വരുന്നത് വെറുതെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടല്ല അല്ല. അപ്പൊ ഇവിടെ നമ്മളൊരു പാർട്ട്ണർ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ പാർട്ട്ണർ സ്റ്റോർ കൂടി നമ്മളിലേക്ക് തരുന്നതോടൊപ്പം തന്നെ ആനുവൽ പ്രോഫിറ്റും തരുന്നുണ്ട്. ഇത് കമ്പനിയുടെ 11, 12, 13 റാങ്കിലേക്ക് എത്തുമ്പോഴാണ് ആനുവൽ പ്രോഫിറ്റ് തരുന്നത്. ആ ഒരു ആനുവൽ പ്രോഫിറ്റ് 0.5% തൊട്ട് 1.5% ടോട്ടൽ ബിസിനസ് വോളിയം അനുസരിച്ച് നമ്മളിലേക്ക് എത്തുന്നതാണ്. അതാണ് ആനുവൽ പ്രോഫിറ്റ്. സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ അതിന് മുകളിലേക്കുള്ള ലീഡേഴ്സിനാണ് കിട്ടുന്നത്. അടുത്തത് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ്. അപ്പൊ അവാർഡ്സും റിവാർഡ്സും കൂടി കമ്പനി നമുക്കൊരു പ്രൊമോഷന്റെ രീതിയിൽ ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ തരുന്നുണ്ട്. അവാർഡ്സ് റിവാർഡ്സ് എന്താണെന്ന് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ ഫ്രീ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു 3rd റാങ്ക് ഒരു 2ാമത്തെ റാങ്ക് ഒക്കെ എത്തുന്ന ആ സമയത്ത് നമുക്ക് ഫ്രീ പർച്ചേസ്, ഫസ്റ്റ് ടൈം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സാധനങ്ങളൊക്കെ തന്നെ ഫ്രീ ആയിട്ട് വാങ്ങാനുള്ള ഒരു അവസരവും കൂടി കമ്പനി ഒരുക്കി തരുന്നുണ്ട്. അതിന് പുറമെയാണ് നമുക്ക് പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ അവാർഡ്സും കൂടി തരുന്നത്. ഫസ്റ്റ് അവാർഡാണ് നമുക്ക് തരുന്നത് കമ്പനിയുടെ 6ാമത്തെ റാങ്ക് ഡിവിഷണൽ സെയിൽസ് മാനേജർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തുമ്പോൾ ഒരു 50,000 രൂപയാണ് കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സ്കൂട്ടി വാങ്ങാൻ സഹായം. അപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം, സ്കൂട്ടി വാങ്ങണം നിർബന്ധമൊന്നുമില്ല. ഇത് GST കഴിച്ചിട്ടുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കി തരുന്നതാണ്. അടുത്തത് കാർ ഫണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ, മനസ്സിലൊരു ആഗ്രഹമുണ്ട് ഒരു കാറൊക്കെ വേണമെന്ന്. കമ്പനിയുടെ 10ാമത്തെ റാങ്കിൽ എത്തും സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറഞ്ഞ റാങ്കിൽ എത്തുമ്പോഴാണ് ഒരു 5 ലക്ഷം രൂപ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാർ വാങ്ങാൻ എന്നുള്ള രീതിയിലാണ് GST കഴിച്ചിട്ടുള്ള എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കി തരുന്നതാണ്. ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ്. ടൂർ പോകാൻ ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളത് അല്ലെ. അപ്പൊ നമുക്കൊക്കെ ടൂർ പോകാനും കമ്പനി അവസരം ഒരുക്കി തരുന്നുണ്ട്. യൂറോപ്യൻ ട്രിപ്പ് ആണ്. അത് കമ്പനിയുടെ 11ാമത്തെ റാങ്കിൽ ഒരു 10 ലക്ഷം രൂപയാണ് അതിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും അത് പൈസയായിട്ട് നമ്മളിലേക്ക് കിട്ടില്ല. ആ പൈസ നമുക്ക് കിട്ടി നമ്മൾ മുട്ടടിക്കുന്നുള്ളത് കൊണ്ട് അത് പോയി തന്നെ എൻജോയ് ചെയ്യേണ്ടതാണ്. അപ്പൊ ആ ഒരു 11ാമത്തെ റാങ്കിലാണ് ഒരു 10 ലക്ഷം രൂപ നമുക്ക് കമ്പനി തരുന്നത്. പ്രീമിയം കാർ ഫണ്ട്. 5 ലക്ഷത്തിന് ഒരു കാറൊന്നും പോരല്ലേ. നമ്മൾ കേട്ടത് മാസം 30,000 വാങ്ങിക്കുന്ന ഒരു കൺസെപ്റ്റിന്റെ പ്ലാൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 5 ലക്ഷത്തിന്റെ കാറൊന്നും നമുക്ക് പോരാ. ഒരു 50 ലക്ഷം രൂപയാണ്
കമ്പനി നമുക്ക് ഒരു കാർ ഫണ്ടായിട്ട് പ്രീമിയം കാർ ഫണ്ട് നാഷണൽ സെയിൽസ് മാനേജർ എന്ന ഒരു റാങ്കിലേക്ക് എത്തുമ്പോൾ കമ്പനി നമുക്ക് തരുന്നത് 50 ലക്ഷം രൂപയാണ്. ഇതും GST കഴിച്ചിട്ടുള്ള എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആക്കി തരുന്നതാണ്. അടുത്തത് നമ്മുടെ ഏതൊരു സാധാരണക്കാരന്റെ സ്വപ്നമാണ് ഒരു നല്ല വീട് എന്നുള്ളത്. അതും ഇവിടെ കമ്പനി യാഥാർത്ഥ്യമാക്കി നമുക്ക് കൈകളിലേക്ക് തരുന്നുണ്ട്. ഹാപ്പി ഹോം ഫണ്ടാണ്. 1 കോടി രൂപയാണ്. നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറഞ്ഞ ഒരു റാങ്കിലേക്ക് എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 1 കോടി രൂപയുടെ ഒരു വില്ല ഫണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ട സമയത്ത് നമുക്ക് ഇതൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും അല്ലെ. നല്ല സംശയമുണ്ട്. അതെന്തായാലും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾക്ക് മാറ്റി തരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് കമ്പനിയുടെ ലാസ്റ്റ് റാങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം. 1 കോടി രൂപേന്റെ വില്ല ഫണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് റാങ്ക്സ് ആണ്. നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നു വരുന്നത് സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിലാണ് കടന്നു വരുന്നത്. പിന്നെ അവിടെ തൊട്ട് സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ, സെയിൽസ് ടീം മാനേജർ തുടങ്ങി നാഷണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറഞ്ഞ ഒരു റാങ്കിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കാണ് 1 കോടി രൂപേന്റെ വില്ല ഫണ്ട് കിട്ടും. അപ്പൊ ഓരോ റാങ്കുകളും അതിന്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. How can we achieve it through digital academy? നമ്മൾ ഈ ഒരു ബിസിനസ് എന്താണെന്ന് പോലും ബാലപാഠം പോലും അറിയാതെ കടന്നു വരുന്ന ആൾക്കാരാണ്. ഞാനൊക്കെ വീട്ടമ്മയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ ഒരു ഡിജിറ്റൽ അക്കാദമി തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. ആ ഒരു അക്കാദമിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ അക്കാദമിയാണ്. നമുക്ക് എന്താ ബിസിനസ് എന്താണെന്നും അതൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ഹോളിലേക്ക് നിങ്ങൾ കടന്നു വന്നത് പോലും നമുക്കൊരു പേയ്മെന്റോ കാര്യങ്ങളോ ഫീയോ ഒന്നും ഇല്ലാതാണല്ലോ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഡിജിറ്റൽ അക്കാദമിയിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ബിസിനസ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഇതിനകത്ത് ഫ്രീ ആയിട്ടുള്ള ആനുകൂല്യങ്ങളാണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കമ്പനിയുടെ പ്ലാന്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഹാളിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം എത്രയും പെട്ടെന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറി നിൽക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സന്ധ്യ. കണ്ണൂർ ജില്ലയിലെ പേരാവൂർ സ്വദേശിയാണ്. അപ്പോൾ ഞാനും ഹസ്ബൻഡും ഈ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നു വന്നിട്ട് ഒരു 3 വർഷമാവുന്നു. 3 വർഷം കൊണ്ട് തന്നെ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും അടക്കം നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ബിസിനസ് എന്താണെന്നോ അതിന്റെ ബാലപാഠങ്ങൾ പഠിക്കുക ഒന്നും ചെയ്യാതെയാണ്. എന്താണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബിസിനസ് ചെയ്യാൻ ഒരു അവസരം കിട്ടും. അപ്പോൾ എന്റെ ബ്രദർ തന്നെയാണ് ഈ ഒരു കൺസെപ്റ്റ് എന്നെ പരിചയപ്പെട്ടത്. അപ്പോൾ ഒരുപാട് നാൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് നമുക്ക് ഒരു പരിചയമില്ലാത്ത മേഖലയായതുകൊണ്ട് കടന്നു വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പിന്നെ നമുക്ക് അറിയാലോ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മണീച്ചയിലൊക്കെ പെട്ട് ഒരുപാട് പേരുടെ പൈസയും കാര്യങ്ങളൊക്കെ പോയ ഒരു സംഭവമാണ് നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്നത്. ചെറുപ്പത്തിലെ ആട്, തേക്ക്, മാഞ്ചിയം, ലിസ്റ്റ് തുടങ്ങിയ പരിപാടികളിൽ പെട്ടിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഓരോരോ മണീച്ചയിൽ പെട്ട് അപ്പം ഭയങ്കര നെഗറ്റീവ് ഉള്ള ഒരു മേഖല ആയതുകൊണ്ട് നമുക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ നെഗറ്റീവ് പറഞ്ഞ് മാറുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്റെ ബ്രദറിന്റെ സ്നേഹപൂർവ്വമായ ഒരു ഇടപെടൽ അല്ലെ ഒരു പെടുത്തൽ എന്ന് പറയാം. പക്ഷെ അതൊരു രക്ഷപ്പെടുത്തലായിരുന്നു. എന്റെ ഹസ്ബൻഡ് ആണ് ആദ്യം ഒരു ഫിജിക്കാർഡ് കൺസെപ്റ്റിലേക്ക് ഐഡിയ അടിച്ച് കയറി വന്നത്. അതിനുശേഷം തൊട്ട് പിന്നാലെ ഞാൻ നെഗറ്റീവ് പറഞ്ഞ് മാറി നിന്നെങ്കിലും ഒരു 15 ദിവസം കൊണ്ട് എന്നെ കൂടി നിങ്ങളുടെ കൺസെപ്റ്റിലേക്ക് കയറ്റോ എന്നെ എത്രയും പെട്ടെന്ന് ഒന്ന് ജോയിൻ ചെയ്യുക എന്ന് പറഞ്ഞ് കടന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പം 3 വർഷം കൊണ്ട് കമ്പനിയുടെ 4ാമത്തെ റാങ്ക് 5ാമത്തെ റാങ്ക് ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അപ്പം ഒരുപാട് പേരിലേക്ക് അല്ലെ സൈഡ് ബിസിനസ് ആയിട്ടൊക്കെ ഒരുപാട് പേര് എന്റെ ടീമിൽ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ കുറച്ച് സമയങ്ങൾ അല്ലെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഞാനിങ്ങനെ കട എടുക്കും. അപ്പൊ അവർക്കും ഒരു വരുമാനം, എനിക്കും ഒരു വരുമാനം. അപ്പൊ എന്റെ ഫാമിലിയില് ഹസ്ബൻഡും 2 മക്കളും ഈ ഒരു ബിസിനസ്സിൽ പാർട്ണർ ആയിട്ടുണ്ട്. ഒരുപാട് നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലൊരു വരുമാനം. ഇന്നത്തെ കാലത്ത് വരുമാനം ഒന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ലേഡീസിന് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫിജിക്കാർഡ്. അപ്പം ഫിജിക്കാർഡ് എന്തായാലും അത് ഒരു വളർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് നമ്മുടെ സിംഗിൾ മാനേജ്മെന്റിന്റെ ഒരു നേതൃത്വത്തിന് 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ തീരുമാനം എടുക്കേണ്ട നമ്മളാണ്. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയുടെ കൂടെ എക്സ്ട്രാ ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു വരുമാനം ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ലേഡീസ് ആണെങ്കിലും അല്ലെങ്കിൽ ജെന്റ്സ് ആണെങ്കിലും നമുക്ക് എക്സ്ട്രാ ഒരു വരുമാനം എന്നുള്ള രീതി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് fijica.com എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങളെ കൊണ്ടുവന്ന ലീഡേഴ്സിന്റെ അടുത്ത് അറിഞ്ഞ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് കടന്നു വരിക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.